the name above all other names, the name before which every creation bow down. The name is Jesus Christ. കാൽവരി മലയിൽ നിന്നുയരും യേശുവിൻ രക്ഷാവചനമിതാ, ആദിയും അന്തവുമായൊരു വചനം, രക്ഷാവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി നയനങ്ങളടച്ച് രക്ഷാകരമായ ഈ വചനം ദുഃഖവെള്ളിയാഴ്ചയെക്കുറിച്ചുള്ള ചിന്ത വിചിന്തനം ചെയ്യുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റിൻ്റെ ചിന്തകൾ നിറഞ്ഞു നിൽക്കട്ടെ. ഗെത്സേമനിൽ ചോര വിയർക്കുന്നതും യൂദാസ് ഒറ്റുകൊടുക്കുന്നതും ഈശോയെ അറസ്റ്റ് ചെയ്യുന്നതും ഈശോയെ പ്ലട്ടോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നതും ചമ്മട്ടി അടിക്കുന്നതും കിരീടം ധരിപ്പിക്കുന്നതും വിധിവാചകം ഉച്ചരിക്കുന്നതും ഈശോയുടെ തോളിൽ ഭാരമായിട്ടുള്ള കുരിശ് വയ്ക്കുന്നതും കുരിശിൻ്റെ വഴിയിലൂടെയുള്ള ഓരോ രംഗങ്ങളും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അമ്മയെ കാണുന്നതും ശിമയോൻ സഹായിക്കുന്നതും വെറോനിക്ക തിരുമുഖം തുടയ്ക്കുന്നതും കാൽവരിയുടെ വിരുമാറിലെത്തി ഈശോയെ കാരിരുമ്പാണിയിൽ തറച്ചു തൂക്കിയിടുന്നതും ഈശോ പറഞ്ഞ 7 വചനങ്ങളും നിറഞ്ഞു നിൽക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഈ ദുഃഖവെള്ളിയാഴ്ച അവിടുത്തെ രക്ഷാകരമായ വചനത്തെക്കുറിച്ച് ദുഃഖവെള്ളിയാഴ്ചയെക്കുറിച്ച് ധ്യാനിക്കുവാൻ കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വര എന്നേക്കും ആമേൻ. ക്രൂശിതനായ യേശുവിൽ സ്നേഹവാത്സല്യമുള്ള ഷാലോം TV പ്രേക്ഷകരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ഈ രക്ഷാകര വചനം വിചിന്തനം ചെയ്യുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ രക്ഷാകര വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഉൾക്കയിട്ടിറങ്ങാം. കഴുമരങ്ങൾക്ക് സംസാരിക്കാനാവുമോ? കഴുമരങ്ങൾ സംസാരിച്ചിരുന്നൊരു കാലഘട്ടം, 2ാം ലോക മഹായുദ്ധം. നാസി ഗവൺമെൻറ്, ഹിറ്റ്ലർ ഓരോ വ്യക്തികളെയും അതിദാരുണമായി കൊല്ലുന്നൊരു കാലഘട്ടം. കഴുമരത്തിലേറ്റിയും ഗ്യാസ് ചേമ്പറിലടച്ചും ഗില്ലറ്റിൻ കൊണ്ട് തല ഛേദിച്ചു കളഞ്ഞും കൊല്ലുന്നൊരു കാലഘട്ടം. ഒരാൾ തെറ്റ് ചെയ്താൽ 10 പേരെ കൊല്ലും. അതും പരസ്യമായിട്ടാണ് കഴുമരത്തിലേറ്റുന്നത്. ഇതാ തുറസായ സ്ഥലം, എല്ലാവരും വീർപ്പുമുട്ടി നിൽക്കുകയാണ്. അതാ 3 വ്യക്തികളെ കഴുമരത്തിലേറ്റാൻ കൊണ്ടുവരികയാണ്. 2 പ്രായമായവരും ഒരു ബാലനും. എല്ലാവരും ശ്വാസമടക്കി നോക്കി നിൽക്കുമ്പോൾ 2 പ്രായമായവരെ കഴുമരത്തിലേറ്റി അവിടെ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് പെട്ടെന്നവർ മരിച്ചു. ഇതാ ആ ബാലനെ കഴുമരത്തിലേറ്റുന്നു. അവിടെ കിടന്നവൻ പിടയുകയാണ്. എല്ലാവരും വലിയ വായിൽ കരയുകയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, വേർ ഈസ് ഗാഡ്? ദൈവം എവിടെ? അപ്പോൾ പറഞ്ഞു, ഹീസ് ഓൺ ദ ഗാലോസ്, ഹീസ് ഹാങ്ങിങ് ഓൺ ദ ഗാലോസ്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദൈവം എവിടെ എന്ന ചോദ്യത്തിന് ഇതാ ആ കുരിശിലേക്ക് നോക്ക്. ഹീസ് ഹാങ്ങിങ് ഓൺ ദ ഗാലോസ്. ആ കുരിശുമരത്തിൽ കാരിരുമ്പാണികളാൽ ഈശോ പിടക്കുകയാണ്. ആ കുരിശിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ കുരിശിനെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. എന്താണ് ഈശോയുടെ കുരിശ്? എന്താണ് ദുഃഖവെള്ളിയാഴ്ച നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ഉം 17-ഉം അല്ലേ? ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കാനല്ല, മറിച്ച് രക്ഷിക്കാനാണ്. കുരിശെന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ കയ്യൊപ്പാണ്. ക്രൂസിഫിക്സ് ഈസ് ദി സിഗ്നേച്ചർ ഓഫ് ഗാഡ്സ് ലവ്. കുരിശെന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും അടയാളമാണ് കുരിശ്.
കുരിശെന്ന് പറയുന്നത് യേശുവിൻ്റെ ഭാഷയിൽ നിലത്തു വീഴുന്ന ഗോതമ്പ് മണിയുടെ നൂറുമേനിയാണ്. കുരിശെന്ന് പറയുന്നത്, സഹനമെന്ന് പറയുന്നത് നന്മയിലേക്കുള്ള ഇടദൂരമാണ്. സഹനമെന്ന് പറയുന്നത്, വേദനയെന്ന് പറയുന്നത്, കുരിശെന്ന് പറയുന്നത് ഒരമ്മയുടെ ഈറ്റുനോവാണ്. കുരിശെന്ന് പറയുന്നത് സപ്തസ്വരം പുറപ്പെടുവിക്കുന്ന പുല്ലാങ്കുഴലിൻ്റെ 7 മുറിവുകളാണ്. അതെ, കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതം 4 രഹസ്യങ്ങളാണ്. പ്രകാശത്തിൻ്റെ രഹസ്യമാണ്, അത് സന്തോഷത്തിൻ്റെ രഹസ്യമാണ്. പ്രകാശത്തിൻ്റെ രഹസ്യമാണ്, ദുഃഖത്തിൻ്റെ രഹസ്യമാണ്. അതിനപ്പുറത്ത് ഇതാ മഹിമയുടെ രഹസ്യമുണ്ടെന്ന് കുരിശ് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശാലോം TV പ്രേക്ഷകരെ, ഈ രക്ഷാകര വചനം നമുക്ക് നൽകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം, അത് മാർപ്പാപ്പയായാലും മെത്രാനായാലും വൈദികനായാലും അൽമായരായാലും ആരായാലും, നമ്മുടെ ജീവിതം കുരിശിൻ്റെ വഴിയിലൂടെയുള്ള 14 സ്ഥലങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. കുരിശിൻ്റെ വഴി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതം ഒരു തീർത്ഥയാത്രയാണ്. രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. പാപവഴിയിൽ വീഴാതിരിക്കുവാനാണ് കുരിശിൻ്റെ വഴി. അത് അനുരഞ്ജനത്തിൻ്റെ പാതയാണ്. അത് ഉയർപ്പിലേക്കുള്ള യാത്രയാണ്. കുരിശിനെ പലപ്പോഴും സർഗാത്മകമായിട്ടും നിഷേധാത്മകമായിട്ടും നമ്മൾ കാണാറുണ്ട്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണാറുണ്ട്. നമുക്ക് ബൈബിളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സഹനത്തെ പലപ്പോഴും നിഷേധാത്മകമായി കണ്ടിട്ടുണ്ട്. യഹൂദന്മാരുടെ വിശ്വാസമനുസരിച്ച് സഹനം അത് പാപത്തിൻ്റെ പ്രതീകമായിട്ട് ചിലപ്പോൾ കാണാറുണ്ട്. പുതിയ നിയമത്തിൽ അന്ധനായ വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ചോദിക്കുന്ന ചോദ്യം സ്മർത്തവ്യം, ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ ഇവൻ അന്ധനായി തീർന്നത് എന്ന ചോദ്യം വിരൽ ചൂണ്ടുന്നത് യഹൂദന്മാരുടെ മനസ്സിലുണ്ടായിരുന്ന നിഷേധാത്മകമായ പാപത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചുമുള്ള ചിന്തയാണ്. കുഷ്ഠരോഗം ഒരു ശാപമായി ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ കുരിശ് പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും തൂക്കുമരമായി കണ്ടിരുന്നതായിട്ട് നമുക്ക് പഠിക്കുവാൻ വായിക്കുവാൻ സാധിക്കും. അതെ, പാപത്തിൻ്റെ പരിണിതഫലമാവാം ഈ കുരിശ്. കുരിശ് 2 വിധത്തിലാണ്. ചിലപ്പോൾ നമ്മളുടെ ജീവിതം കൊണ്ട് സഹനമുണ്ടാവാറുണ്ട്. ബൈബിളിൽ തന്നെ നമുക്ക് കാണാം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം എടുക്കുക. സുഖസുഷിപ്തിയിൽ കഴിഞ്ഞിരുന്ന ധൂർത്തപുത്രൻ ഒടുവിൽ സഹനത്തിൻ്റെ തീച്ചൂളയിലേക്ക്, പന്നിക്കുഴിയിലേക്ക് കടന്നു വരുവാൻ കാരണം എന്താണ്? അവൻ തന്നെയാണ്. അവൻ്റെ സ്വന്തം ഇഷ്ടം, സ്വാർത്ഥത, സുഖലോലുപത, ഒറ്റപ്പെടൽ, ആത്മീയ പാപ്പരത്വം, ആത്മീയ അധപ്പതനം, ആത്മനാശം. അപ്പോൾ അവൻ്റെ സഹനത്തിന് കാരണം അവൻ തന്നെയാണ്. ചീത്ത കൂട്ടുകെട്ട് സഹനത്തിലേക്ക് നയിക്കും. ധൂർത്ത കുരിശിലേക്ക്, സഹനത്തിലേക്ക് നയിക്കും. മദ്യപാനമാവാം, എൻ്റെ വഴിവിട്ട ജീവിതമാവാം, വാശിയാവാം, അഹങ്കാരമാകാം, അസൂയയാകാം, അത്യാഗ്രഹമാവാം, പ്രതികാരമാവാം, കയ്യിലിരിപ്പാവാം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കുരിശ്. മറിച്ച് ദൈവം അനുവദിക്കുന്ന കുരിശുണ്ട്. ദൈവം അനുവദിക്കുന്ന സഹനമുണ്ട് ഉപരി നന്മയ്ക്കായി. നമുക്ക് പഴയ നിയമത്തിലൂടെ കടന്നു പോകാം. ജോബിനെ എടുക്കുക. എത്ര നല്ല മനുഷ്യൻ, ധനാഢ്യനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ പോലും പറഞ്ഞു ശപിച്ചു ചാവാൻ. പക്ഷെ ആ മനുഷ്യൻ ഒന്നും പറയുന്നില്ല. ഒടുവിൽ അൾസർ വന്നു, ഇന്നത്തെ ക്യാൻസർ പോലെ. എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ദൈവം തന്നു, ദൈവം എടുത്തു. നഗ്നനായി ജനിച്ചു, നഗ്നനായിട്ട് പോകും. ഞാനൊന്നും കൊണ്ടുവന്നില്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ വഴിയാണ്. അതെ, ദൈവം അനുവദിച്ചത് എന്തിനാണ്? ജോബ് ക്ഷമയുടെ പര്യായമാണ്. എന്തനിഷ്ടം വന്നാലും ദൈവത്തെ വിട്ടുകൊണ്ടുള്ള ജീവിതമില്ലെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഊതിക്കാച്ചിയ പൊന്നുപോലെ കാണിക്കുവാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ക്ഷമയുടെ മാറ്റുരച്ച് കാണിക്കുവാൻ വേണ്ടി ദൈവം അനുവദിച്ചതാണ്.
അത് അനുഭവിച്ച ജോബ് ഒടുവിൽ ഉദാത്തനായി, ഉദാഹരണമായി, മാതൃകയായി, സഹനത്തിൻ്റെ സിനോണിയം പര്യായമായിട്ട് മാറി. അടുത്ത വ്യക്തിയെടുത്ത് ദൈവം അനുവദിക്കുന്നതാണ് തോബിത്ത്. നന്മ മാത്രം ചെയ്ത വ്യക്തി, ഒരു വിജാതീയൻ്റെ ശവശരീരം മറവ് ചെയ്ത വ്യക്തി, സ്വാഭാവികം അശുദ്ധനായതുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കുന്നില്ല, വീടിനരികെ കിടന്ന് കുരുവി കാഷ്ടിച്ചു, കാഴ്ച പോയി. നമ്മൾ തോബിത്ത് മുഴുവനും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ദൈവം അനുവദിച്ചതാണ്. കാഴ്ച പോയത് കൊണ്ട് മകൻ അപ്പൻ്റെ കാഴ്ചയായി മാറി. അപ്പന് കിട്ടാനുള്ള പണം അന്വേഷിച്ച് പോകുമ്പോൾ സഹായിയായി ഒരു വ്യക്തിയെ വിളിക്കുന്നു. അവർക്കാർക്കും അറിയില്ല അത് റാഫേൽ മാലാഖയാണെന്ന്. 3-ാം അധ്യായത്തിൽ അങ്ങകലെ റഘുവേലിൻ്റെ മകൾ കല്യാണം കഴിച്ചിട്ട് ആദ്യ രാത്രി മണവാളൻ മരിച്ചു വീഴുന്നു. 1 അല്ല 2 അല്ല 7 പ്രാവശ്യം വിവാഹം കഴിച്ചവള്. അവളും പ്രാർത്ഥിക്കുന്നു, വലിയ തോബിത്തും പ്രാർത്ഥിക്കുന്നു. ഫലമോ? അവരുടെ പ്രാർത്ഥന, അവിടെ സഹനത്തിൻ്റെ പ്രാർത്ഥന, ദുഃഖത്തിൻ്റെ പ്രാർത്ഥന, കുരിശു വഹിച്ചപ്പോഴുള്ള പ്രാർത്ഥന കർത്താവിൻ്റെ കർണപിടത്തിലെത്തി. കർത്താവ് ഒരു മാലാഖയെ അയച്ചു. ഒടുവിൽ വിവാഹം നടക്കുന്നു, കാശ് ലഭിക്കുന്നു, കാഴ്ച ലഭിക്കുന്നു. അവൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ കാഴ്ച പോയത് കൊച്ചു തോബിത്ത് ഉത്തരവാദിത്വമുള്ളവനായി മാറണം, സാറാ മോളുടെ വിവാഹ തടസ്സം മാറണം. അപ്പോൾ ദൈവം ചിലതൊക്കെ അനുവദിക്കുന്നത് പ്രിയപ്പെട്ട രക്ഷാവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഷാലോം TV പ്രേക്ഷകരെ ദൈവം അനുവദിക്കുന്നതാണ്. ഇനിയും നമുക്ക് ജോസഫിൻ്റെ ചരിത്രം എടുക്കാം. ഉൽപ്പത്തി 18 തുടങ്ങി 39 വരെയുള്ള അധ്യായം നോക്കുമ്പോൾ ജോസഫ് 12 മക്കളിൽ 11-ാമൻ വർണ്ണക്കുപ്പായം കിട്ടുന്നു, സ്വപ്നങ്ങൾ കാണുന്നു, ഒടുവിൽ അസൂയ തോന്നുന്നു, പൊട്ടക്കിണറ്റിലിടുന്നു, 20 വെള്ളി നാണയത്തിന് വിടുന്നു, ഫറവോൻ്റെ ഭാര്യ സംശയിക്കുന്നു. ഇങ്ങനെ ഓരോന്നും ഓരോ സഹനങ്ങളും വരുമ്പോൾ ജോസഫ് എല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു? പണിക്കാരുപേക്ഷിച്ച കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായിട്ട് മാറി. സഹനം അവനെ ഗവർണറാക്കി മാറ്റി. ഡാനിയേൽ 13-ലെ സൂസന്നെ എടുക്കാം. ആ സൂസന്നയുടെ ജീവിതത്തിലും തെറ്റിദ്ധാരണ കടന്നു വന്നില്ലേ? ഒടുവിൽ അവൾ ആരായി അംഗീകരിക്കപ്പെട്ടു? അവൾ പതിവ്രതയായ ഒരു ഭാര്യയായി അവൾ അംഗീകരിക്കപ്പെട്ടില്ല. പ്രിയപ്പെട്ട എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ സഹനം കടന്നു വരുന്നത് പല വിധത്തിലാണ്. വീണ്ടും യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. സഹനം തെറ്റിദ്ധാരണയായിട്ട് കടന്നു വരാം. സഹനം നമ്മുടെ ജീവിതത്തിൽ തെറ്റിദ്ധാരണയായിട്ട് കടന്നു വരാം. യേശു തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ്, മാതാവ് തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ്. അപ്പോൾ രണ്ട് മാതാവിൻ്റെയും ഈശോയുടെയും ജീവിതത്തിൽ തെറ്റിദ്ധാരണ വന്നു. മിസ്അണ്ടർസ്റ്റുഡ് ക്രൈസ്റ്റ്. സ്വന്തം ജനത, യഹൂദ ജനം ഈശോയെ തെറ്റിദ്ധരിച്ചു, സാധാരണ ജനം തെറ്റിദ്ധരിച്ചു, നിക്കദേമൂസ് തെറ്റിദ്ധരിച്ചു, പത്രൂസും കൂട്ടരും തെറ്റിദ്ധരിച്ചു, മഗ്ദലന മറിയം തെറ്റിദ്ധരിച്ചു, സമറിയാക്കാരി തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ് ഈശോ. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ കിടക്കുന്ന യേശു തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ്. അപ്പോൾ നമുക്കൊരു സന്ദേശമുണ്ട്. നമ്മളും തെറ്റിദ്ധരിക്കുമ്പോൾ കുരിശിലേക്ക് നോക്കണം. ജീസസ് വാസ് നോട്ട് സക്സസ്ഫുൾ ബട്ട് ഹി വാസ് ഫെയ്ത്ത്ഫുൾ. കുരിശു മരണം വരെയും അവൻ അനുസരണയുള്ളവനായി എന്ന് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ വചനങ്ങൾ ശ്രദ്ധേയം. നമുക്ക് വീണ്ടും അവഗണനയായിട്ട് കടന്നു വരാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 6-7. യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ നാട്ടിൽ തിരസ്കരിക്കപ്പെടുന്നു. അവഗണനയായിട്ട് വരാം. കുടുംബങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇടം കിട്ടാതെ വേദനിക്കുന്ന വ്യക്തികളിലെ കുടുംബത്തിൽ ഇടം കിട്ടാതെ വേദനിക്കുന്നത് അവഗണനയല്ലേ? മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട മക്കൾ അവഗണനയല്ലേ? മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാത്ത വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ, അഗതികളുടെ മന്ദിരത്തിൽ കഴിയുന്നവർ, അപ്പനും അമ്മയും ഉണ്ടായിട്ട് ഓർഫണേജിൽ കഴിയുന്ന മക്കൾ, ഇതെല്ലാം അവഗണനയല്ലേ? തകർന്ന ഭാര്യ ഭർത്തൃബന്ധങ്ങൾ, അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ വിധവയായിട്ട് കഴിയുന്നു. ഇങ്ങനെ ഭ്രഷ്ട് കഴിക്കപ്പെട്ട അയൽവാസികൾ, ബന്ധുക്കൾ, ഇങ്ങനെ അവഗണന കടന്നു വരും. പരദേശിയാകുക മറ്റൊരു കുരിശാണ് ജീവിതത്തിൽ. മത്തായി 2:13-14. അപ്പം പരദേശിയായിട്ട് ജീവിക്കുന്ന ഈശോ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. അന്യരാജ്യത്ത് ഈജിപ്തിലേക്ക് പരദേശിയായിട്ട് ജീവിക്കുന്ന വ്യക്തി. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ കുടുംബ സ്വത്തുക്കൾ ഭാഗിച്ചിട്ട് പിരിയേണ്ടി വരുന്ന അവസ്ഥ, യുദ്ധം മൂലം, പ്രകൃതിക്ഷോഭം മൂലം നാടും വീടും ഉപേക്ഷിച്ച് ജോലിയെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ, പരദേശിയാകുക. മറ്റൊന്ന്, മനസ്സിലാക്കാൻ പറ്റാത്ത
ദുഃഖങ്ങൾ, ഇതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കുരിശാണ്. ഇനി ഈ കുരിശിനെ എങ്ങനെ നേരിടണം? നമ്മൾ ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് നേരിട്ട വ്യക്തികളെ കാണാൻ സാധിക്കും. ജോബ് എങ്ങനെ നേരിട്ടു, തോബിത്ത് എങ്ങനെ നേരിട്ടു, സൂസൻ എങ്ങനെ നേരിട്ടു. 2 സാമുവേൽ 12:15-23 നമുക്കറിയാം. ദാവീദ് രാജാവ് അവിഹിത വീഴ്ചയിലുണ്ടായ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ കുഞ്ഞു മരിച്ചിട്ട് അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം പിന്നീട് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അത് ദൈവ ഇഷ്ടമായിട്ട് കാണുവാൻ പരിശ്രമിക്കുകയാണ്. അപ്പം നമ്മൾ ഓർക്കണം, കുരിശിനെ നമുക്ക് 2 വിധത്തിൽ കാണാം. പോസിറ്റീവായിട്ടും കാണാം, നെഗറ്റീവായിട്ടും കാണാം. ഞാൻ നിങ്ങളെ ഈ രക്ഷാകര വചനത്തിലൂടെ കുറെ കൂടി ലളിതമായിട്ട് പോസിറ്റീവായിട്ട് കാണുവാനൊന്ന് പരിശ്രമിച്ചോട്ടെ. കുരിശെന്ന് പറയുന്നത് വാക്ക് ശ്രദ്ധേയമാണ്. കുരിശിനെ നമ്മൾ ക്രോസ് എന്ന് പറയും. വേ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ വഴി. ആ ക്രോസ് എന്നുള്ള വചനം ഒന്ന് ഇംഗ്ലീഷിൽ മനസ്സിലാക്കിയാൽ നമുക്ക് കുരിശിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അപ്പം കുരിശ് എന്ന വാക്ക് ഇംഗ്ലീഷിലൊന്ന് മനസ്സിലാക്കിയാൽ, ക്രോസ് എന്ന വാക്കെടുത്താൽ സി എന്താണ്? കമ്പാഷൻ ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ അനുകമ്പയാണ്, ദൈവത്തിൻ്റെ അനുകമ്പയാണ് കുരിശ്. ആ കുരിശിൽ കിടന്നുകൊണ്ടുള്ള വചനങ്ങൾ തന്നെ എടുക്കുക. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ കുരിശിൽ കിടന്നുകൊണ്ട് മുറിവേറ്റവൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 24-ാം വാക്യം. ആ വചനം കേട്ടിട്ട് കള്ളൻ്റെ മുറിവ് കർത്താവിൻ്റെ മുറിവായി. 3 പേരാണ് മുറിവേറ്റ് കിടക്കുന്നത്. 2 കള്ളൻ, ഇടത്തെ കള്ളനും വലത്തെ കള്ളനും. നടുക്ക് കിടക്കുന്നതോ ഒന്നും പാപം എന്നത് അല്ലാതെ മറ്റെല്ലാറ്റിനും നമുക്ക് വേണ്ടി സദൃശ്യനായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ച് പ്രഹരിച്ച് ഈശോയെ വ്രണിതനാക്കിയിട്ട് അവിടെ കിടക്കുകയാണ്. ഈശോ പ്രാണൻ വിടുകയാണ്. ഈശോ പ്രാണവേദന അനുഭവിക്കുമ്പോഴും അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്താണ്? മുറിവേൽപ്പിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കള്ളന് അത് തിരിച്ചറിവായി, തിരിച്ചു വരവായി. പിതാവേ, അവരോട് ക്ഷമിക്കണമേ. കള്ളന് മനസ്സിലായി ഇത് കള്ളനല്ല. സാധാരണ കാൽവരിയുടെ ചരിത്രത്തിൽ ഈ കുരിശിൽ കിടക്കുന്നവർ തെറിവിളിക്കും. സഹി കെട്ടിട്ട് കോവണി വെച്ച് കയറി നാവറുത്ത് കളയുന്ന പാരമ്പര്യമാണ് കാൽവരിയിലെ കുരിശിനുള്ളത്. ഇത് കേട്ടപ്പോൾ കള്ളന് മനസ്സിലായി ഇത് കള്ളനല്ല, ഇത് കർത്താവാണ്. മുറിവേറ്റവരോടുള്ള സ്നേഹം. ഈശോ മുറിവേറ്റവരാണ് മഗ്ദലന മറിയം, മുറിവേറ്റവളാണ് പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, മുറിവേറ്റവനാണ് സക്കീവൂസ്, മുറിവേറ്റ ധാരാളം വ്യക്തികളുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് ആണ് കുരിശിൽ കാണുന്ന കർത്താവിൻ്റെ പ്രാർത്ഥന. പിതാവേ, അവരോട് ക്ഷമിക്കണമേ. കമ്പാഷൻ ടുവേഡ്സ് ദ വൂണ്ടഡ്. അവൻ എന്നിട്ട് പ്രാർത്ഥിച്ചത് എന്താ? പിതാവേ, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അപ്പോൾ ഈശോ 7-ാം തവണ ഇന്നെന്ന് പറഞ്ഞു. ബൈബിളിൽ 7 വട്ടം മാത്രമേ ഇന്നെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഈശോ ജനിച്ചപ്പോൾ ഈശോ സിനഗോഗിൽ വചനം വായിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ജനം പറഞ്ഞു, ഇന്ന് നമ്മൾ അത്ഭുതങ്ങൾ കണ്ടിരിക്കുന്നു. സക്കേവൂസിനോട് പറഞ്ഞു, ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. താമസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് നിന്റെ ഭവനത്തിൽ രക്ഷ കൈവന്നിരിക്കുന്നു. ജെറൂസലേമിനെ നോക്കി പറഞ്ഞു, ഇന്നെങ്കിലും നിങ്ങൾ മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ. അവസാനം ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ കിടന്നുകൊണ്ട് അവസാനത്തെ 7-ാമത്തെ പ്രാവശ്യം ഇന്നെന്ന് പറഞ്ഞത് മുറിവേറ്റവനോടാ. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഫോൾട്ടൻജേഷൻ പിതാവ് പറഞ്ഞു, കള്ളൻ കട്ട് സ്വർഗരാജ്യവും കട്ടുവെന്ന്. അതെ, കമ്പാഷൻ ഓഫ് ക്രൈസ്റ്റ് ടുവേഡ്സ് ദ വൂണ്ടഡ്. മുറിവേറ്റവരോടുള്ള ഈശോയുടെ സ്നേഹം. 2, ഈശോ കുരിശിൽ കിടന്ന് കരയുന്നുണ്ട്. കരയുന്നവരോട് ഈശോയ്ക്ക് വലിയ സ്നേഹമാണ്. കുരിശിലെ കർത്താവ്, ദുഃഖവെള്ളിയാഴ്ചയിലെ കർത്താവ് കരയുന്നവരോടൊപ്പം കരയുന്നവനാണ്. കരഞ്ഞാൽ കണ്ണീരൊപ്പുന്ന കർത്താവാണ്. കുരിശോലം ഉയരുന്ന സ്നേഹമാണത്. ബൈബിളിലെ ചെറിയ വാചകം എന്താ? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. വഴിയിൽ വെച്ച് മാർത്തയും വീട്ടിൽ വെച്ച് മറിയവും കരഞ്ഞപ്പോൾ ഹി വെപ്റ്റ്, അവൻ കരഞ്ഞു എന്നാണ് പറയുന്നത്. ഈശോ എത്ര വട്ടം കരഞ്ഞിട്ടുണ്ട്? പലവട്ടം കരഞ്ഞിട്ടുണ്ടാവാം.
ബൈബിളിൽ 4 വട്ടം ലാസറിൻ്റെ വീട്ടിൽ കരഞ്ഞു, ജെറൂസലേമിനെ നോക്കി കരഞ്ഞു, ഗെത്സെമനിൽ കരഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ കരഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു? ഏൽ ഏൽ ലാമാ സബക്താനി. അതെ, കുരിശിലെ വചനമാണത്. കുരിശിലെ 7 വചനം നമുക്കറിയാം. ഇന്ന് നീ എന്നോടുകൂടെ പിതാവേ അവരോട് ക്ഷമിക്കണമേ, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. പിന്നെ ഒരു വിൽപത്രമാണ്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. വിൽപത്രം എഴുതുകയാണ്. യോഹന്നാൻ എഴുതി കൊടുത്ത വിൽപത്രം, ദുഃഖവെള്ളിയാഴ്ച കൊടുത്ത വിൽപത്രം. വീണ്ടും ഈശോ സങ്കീർത്തനം പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ കൈവെടിഞ്ഞു? ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്, രോദനമാണ്. വീണ്ടും എനിക്ക് ദാഹിക്കുന്നു. ആർക്കു വേണ്ടി ദാഹിക്കുന്നു? ശാരീരികമായ ദാഹമല്ല, ആത്മാവിന് വേണ്ടിയുള്ള ദാഹം. വീണ്ടും എല്ലാം പൂർത്തിയായിരിക്കുന്നു. തല ചായ്ച്ച് ഈശോ മരിച്ചു എന്നാണ്. എല്ലാം പിതാവ് നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അപ്പോൾ കുരിശിനെ നെഗറ്റീവായിട്ട് കാണരുത്, പോസിറ്റീവായിട്ട് കാണുവാൻ. കമ്പാഷൻ ഓഫ് ക്രൈസ്റ്റ്. 1 മുറിവേറ്റവരോട്, 2 കരയുന്നവരോട്, 3 വിശക്കുന്നവരോട്. ദൈവത്തിൻ്റെ അനുകമ്പ, കുരിശിലെ അനുകമ്പ വിശക്കുന്നവരോടാണ്. അന്ന് അന്ത്യത്താഴ സമയത്ത് കുരിശിലെ ബലി രക്തരഹിതമായി ഈശോ അർപ്പിച്ചപ്പോൾ പറഞ്ഞ വചനം എന്താണ്? അപ്പമെടുത്ത് വിഭജിച്ചു കൊടുത്തു, മുന്തിരിച്ചാർ നിറഞ്ഞ പാനപാത്രം എടുത്ത് വാഴ്ത്തി കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന ശരീരം, ദുഃഖവെള്ളിയാഴ്ച കാൽവരിയുടെ വിരുമാറിൽ നിങ്ങളുടെ പാപ മോചനത്തിനായി അർപ്പിക്കുവാനിരിക്കുന്ന ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. സൂചന മുഴുവനും ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശിലെ തൻ്റെ ശരീരത്തെയും രക്തത്തെയും കൊടുക്കുന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഈശോയുടെ വലിയ ദാഹം, ഈശോ അപ്പം വർദ്ധിപ്പിച്ചതും ഇത്തരണത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മുറിവേറ്റവരോട്, കരയുന്നവരോട്, വിശക്കുന്നവരോട്, 4 മാനസാന്തരപ്പെടുന്നവരോട്. ബൈബിളിൽ ആവർത്തിച്ചു പറയുന്ന വചനം എന്താണ്? എന്തിനാണ് ഈശോ കുരിശിലേറ്റപ്പെട്ടത്? നമ്മുടെ പാപത്തിന് പരിഹാരമായി. അവിടുന്ന് ബലിയാടായി. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിന് പകരം പുതിയ നിയമത്തിലെ പെസഹ കുഞ്ഞാടായി. ഇതാണല്ലോ സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. യേശുവിൻ്റെ പഠനം മുഴുവനും ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ അന്വേഷിച്ചല്ല, പാപികളെ തേടിയാണ്. പാപികൾക്ക് വേണ്ടി സ്വജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് കുരിശ് നമ്മളെ പഠിപ്പിക്കുക. അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗരാജ്യം സന്തോഷിക്കുന്നു. 99 അല്ല കുരിശിലെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, 1. ആടിൻ്റെ ഉപമയും നമുക്കറിയാമല്ലോ. വീണ്ടും കടക്കണിയുള്ളവരോട് ഈശോയ്ക്ക് വലിയ അനുകമ്പയാണ്. കടക്കണിയുള്ളവരോട് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം നമുക്കറിയാം. 10,000 താലന്ത് നൽകുവാനുള്ളവൻ, അവൻ പിടിക്കപ്പെട്ടു. അവൻ്റെ ഭാര്യയും മക്കളെയും വസ്തുവകളെയും എല്ലാം വിറ്റ് പണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ സാവകാശം ചോദിക്കുകയാണ്. യജമാനനെ അല്പം സാവകാശം തരണേ. അങ്ങനെ അവന് ഇളവ് ചെയ്തു കൊടുത്തു. പക്ഷെ അവൻ എന്തു ചെയ്തു? പുറത്തുപോയി അവന് 100 ദിനാറ് ലഭിക്കുവാനുള്ള വ്യക്തിയുടെ കഴുത്തിൽ പിടിച്ച് അത് കൊടുക്കുവോളം അവനെ കാരാഗ്രഹത്തിലിടുകയാണ്. അതറിഞ്ഞ യജമാനൻ എന്തു ചെയ്തുവെന്ന് ബാക്കി പത്രം നമുക്കറിയാം. എങ്കിലും ഒന്ന് വളരെ ക്ലിയറാണ്, കർത്താവിന് കടക്കണിയുള്ളവരോട് വലിയ അനുകമ്പയാണ്. വീണ്ടും ഈശോയ്ക്ക് അമ്മമാരോടും കുഞ്ഞുങ്ങളോടും വലിയ അനുകമ്പയാണ്. കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ സ്ത്രീകളും കുട്ടികളും വലിയ വായിൽ കരയുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞെന്താണ്? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിനെന്ന്. അതെ, അമ്മമാരോടും കുഞ്ഞുങ്ങളോടും ഈശോയ്ക്ക് അനുകമ്പയാണ്. 7-മതായി ഈശോയ്ക്ക് രോഗികളോട് വലിയ അനുകമ്പയാണ്. കുരിശിൽ കിടക്കുന്ന ആ കർത്താവ് നമുക്കറിയാം മരിച്ചു. ശവശരീരം കുരിശിൽ തൂങ്ങിക്കിടക്കുക വിഹിതമായിരുന്നില്ല. പടയാളികൾ ഒരുവൻ വന്നു, 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോയുടെ പാർശ്വം കുന്തം കൊണ്ട് കുത്തിപ്പിളർന്നപ്പോൾ
ചോരയും നീരും തെറിപ്പിച്ച് കാഴ്ച കൊടുത്തു. അതേ, രോഗികളോട് വലിയ സ്നേഹം. അപ്പോൾ ക്രോസ് എന്നുള്ള വാക്കിൻ്റെ കമ്പാഷനാണ്, 7 തലത്തിൽ പറഞ്ഞു. അടുത്തത് റിഡംഷനാണ്. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. കുരിശെ നമിച്ചിടുന്നു. ഈശോയെ കുരിശ് തറച്ചു കൊന്നെങ്കിൽ ഈശോ കൊടുത്ത സമ്മാനം എന്താണ്? യഹൂദന്മാരിന്ന് കുരിശ് വിറ്റാണ് കഴിയുന്നത്. ഹോളി ലാൻഡിൽ ചെന്നാൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, രക്ഷാകര വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത്, വിൽക്കുന്നത് എന്താണ്? കുരിശ്. കുരിശ് തറച്ചു കൊന്നവർക്ക് കുരിശ് ഉപജീവന മാർഗമായിട്ട് കർത്താവ് നൽകി. വീണ്ടും ഒബീഡിയൻസ്, എന്ന് പറയുന്ന ഒബീഡിയൻസ് ആണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-3 വാക്ക്. കുരിശു മരണത്തോളം ഈശോ അനുകമ്പയുള്ളവനായി. ഈശോയുടെ ഏറ്റവും വലിയ സുഹൃതം എന്താണെന്നറിയാമോ? ഒബീഡിയൻസ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. ആ കുരിശിൽ ദുഃഖവെള്ളിയാഴ്ച കാണുന്നത് എന്താണ്? പിതാവിൻ്റെ ഇഷ്ടമാണ് കുരിശിൽ കാണുന്നത്. പിതാവിൻ്റെ ഇഷ്ടം അനുസരണയായി കുരിശുമരണമായി. വീണ്ടും എന്ന് പറയുന്നത് സാങ്ക്ടിറ്റി, വിശുദ്ധിയുടെ അടയാളമാണ് കുരിശ്. നമ്മുടെ ഷേപ്പ് എന്താണ്? നമ്മുടെ ഷേപ്പ് കുരിശല്ലേ? 3 അക്ഷരമല്ലേ? ജനനം, ജീവിതം, സഹനം, മരണം, ഉദ്ധാനം. മാമോദീസയ്ക്ക് വരച്ചത് എന്താണ്? കുരിശല്ലേ. അമ്മ പഠിപ്പിച്ചത് എന്താണ്? കുരിശല്ലേ. അമ്മ പഠിപ്പിച്ചത് വലിയ കുരിശടയാളമല്ലേ? മാമോദീസയിൽ സ്ഥൈര്യലേപനത്തിലും മരിച്ചു കിടത്തിയപ്പോൾ കയ്യിൽ തന്നെന്താണ്? കുരിശ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നാട്ടിൽ നിന്നെന്താണ്? കുരിശ്. അത് വിശുദ്ധിയുടെ അടയാളമാണ്. അവസാനമായി പ്രത്യാശയുടെ അടയാളമാണ്. പ്രത്യാശയുടെ അടയാളമാണ് കുരിശ്. അതുകൊണ്ട് ഓർക്കണം, കുരിശിനെ ഒരിക്കലും നമ്മൾ വെറുക്കരുത്. കുരിശ് രക്ഷയുടെ അടയാളമായിട്ട് നമ്മൾ കാണണം. നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. കുരിശിൽ കണ്ണുറപ്പിക്കണം. പുറപ്പാട് 15:22-25. ഷൂർ മരുഭൂമിയാണ്. കുടിക്കാൻ കിട്ടിയത് കൈപ്പേറിയ ജലമാണ്. അവർ പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ മോസസ് പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ ഇരിക്കുന്ന തടി ആ വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. അപ്പോൾ അത് മധുരമയുള്ളതായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും ആകുന്ന കുരിശുകൾ വരുമ്പോൾ കർത്താവിൻ്റെ കുരിശ് നമ്മുടെ കുരിശിനോട് ചേർത്ത് പിടിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. കുരിശ് നിരാശയിലേക്കല്ല, പ്രത്യാശയിലേക്ക് നയിക്കണം. കുരിശിലേക്ക് കണ്ണുറപ്പിക്കണം. 2, രക്ഷാകര മൂല്യത്തോടെ കാണണം. ചെറുപുഷ്പം ഇങ്ങനെ പറഞ്ഞു, കർത്താവിൻ്റെ ശരീരത്തിന് വീഴുന്ന ഒരു തുള്ളി രക്തം താഴെ വീഴാൻ ഞാൻ അനുവദിക്കില്ല. അതെൻ്റെ ജീവരസത്തോട് ചേർത്ത് ഞാൻ ആത്മാവിനെ രക്ഷിക്കും. രക്ഷാകര മൂല്യത്തോടെ കാണണം. 3, കുരിശ് സഹനം, വേദന, ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ രക്ഷയുടെ അടയാളമാണ്. ഒരു പഴയ കഥ ഓർമ്മയില്ലേ? റോബിൻസൺ ക്രൂസോ കപ്പൽ അപകടത്തിൽപ്പെട്ടൊരു ദ്വീപിൽ അകപ്പെട്ടുപോയി. ഒരു തത്ത മാത്രം ഒരു കൂടാരത്തിൽ കഴിയുമ്പോൾ ആ കൂടാരത്തിന് തീപിടിച്ചു. തത്തയും ചത്തുപോയി. അതോടെ എല്ലാം തീർന്നു എന്ന് കരുതി നിരാശപ്പെട്ട് കമിഴ്ന്നു കിടക്കുമ്പോൾ ആരോ വന്ന് തോളിത്തട്ടുകയാണ്. നോക്കിയപ്പോൾ ഒരുപാട് നാവികർ വന്നു. ഒരു സ്വപ്നം പോലെ തോന്നി. വാസ്തവത്തിൽ കുടിൽ കത്തിയതും തത്ത ചത്തുപോയതും നന്മയ്ക്ക് വേണ്ടിയാണ്. കുടിൽ കത്തിയപ്പോൾ അവിടെ ജീവനുണ്ടെന്ന് മനസ്സിലായി. അവർ വന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. അത് ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെ കത്തുന്ന അനുഭവം ഉണ്ടാകും. നഷ്ടത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രക്ഷയിലേക്കുള്ള ഒരു അടിവയ്പ്പാണ് എന്നുള്ള സൂചനയും നമുക്ക് നൽകുന്നുണ്ട്. 4-മതായി കുരിശ് അത് നന്മയിലേക്കുള്ള ഒരു ഇടദൂരമാണ്. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഉദ്ധാനമാണ്. ഉയർപ്പിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. നമ്മൾ ഒരിക്കലും കുരിശിൽ നിരാശപ്പെടരുത്. പ്രത്യേകിച്ച് ട്രപ്പീസ് കളിക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ ട്രപ്പീസ് കളിക്കുമ്പോൾ അവർക്കൊരു ടെൻഷനും ഇല്ല. താഴെ നിൽക്കുന്ന നമുക്കാണ് ടെൻഷൻ. കാരണം അവർ വീണ് കയ്യോ കാലോ ഒടിഞ്ഞു പോയില്ല. താഴെ താങ്ങാൻ അവിടെ നെറ്റ് കെട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. ഭയപ്പെടേണ്ട, ആഴിയിൽ ആണ്ടുപോയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നമുക്ക് ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ രക്ഷാകര വചനം ഇങ്ങനെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് കേട്ടത് എന്താ? നമ്മൾ കേട്ടത് കഴുമരങ്ങൾക്ക് സംസാരിക്കാനാവുമോ? അത് സംസാരിക്കാനാവുമെന്ന് 2-ാം ലോക മഹായുദ്ധത്തിലൂടെ നമ്മൾ കേട്ടു. നമ്മുടെ ചിന്ത കുരിശിലേക്ക് വന്നു. ആ കുരിശിലേക്ക് നോക്കി കുരിശിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ കാണുവാൻ സാധിക്കുകയായിരുന്നു. പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അർത്ഥങ്ങൾ ധാരാളം ഉദാഹരണങ്ങളിലൂടെ. പിന്നീട് നമ്മൾ ക്രോസ് എന്നുള്ള വാക്കെടുത്തുകൊണ്ട് കുരിശെന്ന് പറയുന്നത് കമ്പാഷനാണ്, റിഡംഷനാണ്, ഒബീഡിയൻസ് ആണ്, സാങ്ക്ടിറ്റിയാണ്, സാങ്ക്വിനിറ്റിയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ കുരിശെന്ന് പറയുന്നത് കർത്താവിൻ്റെ അനുകമ്പയുടെ അടയാളമാണ്, രക്ഷയുടെ അടയാളമാണ്, അനുസരണത്തിൻ്റെ അടയാളമാണ്.
പ്രത്യാശയുടെ അടയാളമാണ്, വിശുദ്ധിയുടെ അടയാളമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഈ രക്ഷാകര വചനം ശ്രവിച്ച ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, കർത്താവായ യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ, കുരിശിൻ്റെ പാതയുടെയും കുരിശിൻ്റെയും അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ കുരിശ് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കുവാൻ, സ്വീകരിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.